ദിക്റുകൾ 3 രൂപത്തിലുണ്ട്. അതല്ലെങ്കിൽ ദിക്റുകൾ 3 പദവികളുണ്ട്. ഒന്നാമത്തേത് ഒരാൾ അവൻ്റെ നാവ് കൊണ്ട് നടത്തുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. നാവ് കൊണ്ട് മാത്രം അവൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് അവൻ്റെ ഹൃദയത്തിൽ മാത്രമായുള്ള ദിക്റാണ്. അവൻ ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ ആലോചിക്കുന്നു. മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ആരെങ്കിലും എന്നെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ, എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആരെങ്കിലും അവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ദക്കർതുഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഞാൻ അവനെക്കുറിച്ച് ഓർക്കുന്നതാണ്, അവനെ സ്മരിക്കുന്നതാണ്. ഒരാൾ അവൻ്റെ നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നത് പോലെ ചില സന്ദർഭങ്ങളിൽ ഹൃദയത്തിൽ മാത്രം അവൻ അള്ളാഹുവിനെ സ്മരിക്കും. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ അവൻ തിന്മയിലേക്ക് കാൽ വെക്കാൻ പോകുന്നതിന് മുൻപ് അവൻ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. എന്നിട്ട് ആ തിന്മയിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞാൽ അത് ഹൃദയം കൊണ്ടുള്ള സ്മരണയിൽപ്പെട്ടതാണ്. നാവ് കൊണ്ടുള്ള സ്മരണയുണ്ട്, ദിക്റുണ്ട്, ഹൃദയം കൊണ്ടുള്ള ദിക്റുണ്ട്. മൂന്നാമത്തേത് ഇമാം അൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, മൂന്നാമത്തേത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അഫ്ദൽ അൻവാഅ ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാ തവാതഅ ഖൽബുഹു ലിസാനഹു, ഒരു മനുഷ്യൻ അവൻ്റെ നാവ് പറയുന്നതിനോട് അവൻ്റെ ഹൃദയം ഒത്തുവന്നാൽ, നാവ് കൊണ്ട് അവൻ ചൊല്ലുന്ന ദിക്ർ അത് അവൻ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിയാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. സഹോദരങ്ങളെ, ദിക്റിൻ്റെ ഏറ്റവും മഹത്തരമായ ഈ ഇനം നമ്മളിൽ പലരും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ ഹൃദയത്തിലുള്ള മറ്റു ചിന്തകൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയ കാര്യമാണ്. ഒരാളുടെ ദിക്ർ ഏറ്റവും മഹത്തരമാകുന്നത് അവൻ്റെ നാവിൽ പറയുന്ന കാര്യത്തോട് അവൻ്റെ ഹൃദയം ഒരുമിക്കുമ്പോഴാണ്. അവൻ നാവ് കൊണ്ട് പറയുന്നത്, ഹൃദയം കൊണ്ട് പറയുന്നത്, അവൻ്റെ നാവും ഹൃദയവും ഒരുമിക്കുന്നത്. മൂന്നാമത്തെ ഇനമാണ് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ താഴെയുള്ളത് രണ്ടാമത്തെ ഇനമാണ്. അതേതാണ്? ഹൃദയം കൊണ്ടുള്ള ദിക്റാണ്. അതിൽ താഴെയുള്ളത് ഏതാണ്? നാവ് കൊണ്ട് മാത്രമുള്ള ദിക്റാണ്. നാവ് കൊണ്ട് മാത്രമുള്ള ദിക്ർ അതിന് പ്രതിഫലമുണ്ട്. അത് ഒരിക്കലും ചില ആളുകൾ ചിലപ്പോൾ അത്തരം ദിക്റുകളെ തീർത്തും ആക്ഷേപിക്കുന്നത് കാണാം. അത് തെറ്റാണ്. ഒരാൾ നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവൻ ചിന്തിക്കുന്നില്ല എങ്കിലും അവനൊരു പണിയിലാണ്, എന്തെങ്കിലും പ്രവൃത്തിയിലാണ്. അപ്പോൾ അവൻ്റെ നാവിൽ അവൻ കുറച്ചുനേരം ദിക്ർ അത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ അത് തെറ്റില്ലാത്ത കാര്യമാണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഹൃദയവും നാവും ഒരുമിക്കുന്ന ദിക്റുകളാണ്. സഹോദരങ്ങളെ, ഹൃദയം നാവിനോട് ഒരുമിക്കണമെങ്കിൽ, നമ്മുടെ ദിക്റുകൾ അത് ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിപ്പെടണമെങ്കിൽ, ദിക്റുകൾ അതിൽ ഉച്ചരിക്കുന്ന വാക്കുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അർത്ഥം പഠിക്കണം, അതിൻ്റെ ഉദ്ദേശവും അറിയണം. അർത്ഥവും ഉദ്ദേശവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരിഭാഷകളിൽ ലഭിക്കുന്ന അർത്ഥമാണ്. അത് പ്രാർത്ഥനകളുടെ ഏതാണ്ടൊരു പരിഭാഷയാണ്. അതിലുള്ള വാക്കുകൾ അതിൻ്റെ ഏതാണ്ടൊരു പരിഭാഷയാണ് നമ്മൾ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങളിൽ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദുആകൾ, പ്രാർത്ഥനകൾ, അദ്കാറുകൾ അവ കേവലം അർത്ഥമറിയുക എന്നതുകൊണ്ട് അവസാനിക്കുന്നില്ല. മറിച്ച് അതിനു പിന്നിലുള്ള മഹത്തരമായ ഉദ്ദേശങ്ങൾ, അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ, അതിനു പിന്നിലുള്ള ആശയ പ്രപഞ്ചങ്ങൾ അവ തിരിച്ചറിയുമ്പോഴാണ് ഒരാളുടെ ദിക്ർ അത് ഏറ്റവും ഉന്നതമാകുന്നത്. ഉദാഹരണത്തിന്, നമ്മളിൽ പലരും ധാരാളമായി ദുആ ചെയ്യാറുള്ള ദുആകളിൽ ഒന്നാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന അതിൻ്റെ കേവല അർത്ഥം നമ്മളിൽ പലർക്കും അറിയാം. അല്ലാഹുവേ, ദുനിയാവിൽ നല്ലത് നൽകണേ, അല്ലാഹുവേ ആഖിറത്തിൽ നല്ലത് നൽകണേ, അല്ലാഹുവേ എന്നെ നീ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഇതാണ് അതിൻ്റെ കേവലാർത്ഥം. പക്ഷേ സഹോദരങ്ങളെ, ആ കേവലാർത്ഥത്തിനപ്പുറമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങൾ. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞു, ആ ദുആ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് സൂചനകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ അവൻ ആഖിറത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകണം. അവൻ ആഖിറത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണ്. അവൻ്റെ ഹൃദയത്തിൽ ദുനിയാവിന്
ഉള്ളതിനേക്കാൾ സ്ഥാനം 2 ഇരട്ടി സ്ഥാനം പരലോകത്തിന് വേണം. എന്തുകൊണ്ട്? ഈ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തവണ ദുനിയാവിനെ കുറിച്ച് ചോദിപ്പിച്ചു എങ്കിൽ 2 തവണയാണ് പരലോകത്തിന്റെ കാര്യം പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നല്ലത് നൽകണമേ. ഒരു തവണ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു. വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് നല്ലത് നൽകണമേ. അവിടെ നിർത്തിയോ? ഇല്ല. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. പരലോകം 2 തവണ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് 1 തവണയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഹൃദയം ഇതേ രൂപത്തിലായിരിക്കണം. ദുനിയാവിനേക്കാൾ അവന് പ്രധാനപ്പെട്ടത്, അവന് ഏറ്റവും പ്രിയങ്കരമായത്, അവന് ഏറ്റവും അധികം സ്നേഹിക്കുന്ന പരലോകത്തെ ആയിരിക്കണം. അവന്റെ ജീവിതം അതിനുവേണ്ടിയാണ്. ദുനിയാവും പരലോകവും അവന്റെ മുൻപിൽ വന്നാൽ ഒരിക്കലും ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നവനായി തീരരുത്, പരലോകത്തെ തെരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, വഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് നമ്മൾ അതിന്റെ അർത്ഥമായി പറയാറുള്ളത്. വഖാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നരകശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും നിന്നെ അകറ്റി നിർത്തണമേ എന്നാണ്. ഉദാഹരണത്തിന്, ചില ആളുകൾ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകപ്പെടും, പക്ഷേ അവർ നരകത്തിൽ കുറച്ചുകാലം കിടന്നതിന് ശേഷമായിരിക്കും പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ വഖിനാ അദാബന്നാർ എന്ന വാക്ക് നരകത്തിൽ നിന്ന് നിന്നെ പൂർണ്ണമായും അള്ളാഹു രക്ഷപ്പെടുത്തണമേ എന്നാണ് നീ അതിലൂടെ പറയുന്നത്. കേവല രക്ഷപ്പെടുത്തലല്ല. നരകത്തിൽ ഒരു തവണ വീണിട്ട് രക്ഷപ്പെട്ടാലോ അത് രക്ഷപ്പെടല. പക്ഷെ വഖിനാ എന്ന വാക്കുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള രക്ഷപ്പെടലാണ്. ഒരിക്കൽ പോലും നരകത്തിലെ ഒരു തീപ്പൊരി പോലും ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ പോലും സ്പർശിക്കാത്ത രൂപത്തിൽ, അതിന്റെ ചൂടോ കാഠിന്യമോ ഒരിക്കൽ പോലും ഒരു നിമിഷ നേരത്തേക്ക് പോലും അനുഭവിക്കാത്ത രൂപത്തിൽ അല്ലാഹുവേ നീ എന്നെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്. അത് കേവലം നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥ വ്യാപ്തിയുള്ളതാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് നന്മ നൽകണമേ. അവിടെ നോക്കൂ നിങ്ങൾ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ അൽ ഹസന എന്നല്ല പറഞ്ഞത്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന. അലിഫ് ലാം ഇല്ലാതെയാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവേ ദുനിയാവിൽ നന്മകളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അതിൽ നിന്നെല്ലാം നീ എനിക്ക് നൽകണം. എന്തെല്ലാം നന്മകളുണ്ടോ അല്ലാഹുവേ എല്ലാ നിലക്കും നീ എനിക്ക് നന്മകൾ നൽകണം.